ഒരിക്കലും ക്രിസ്ത്യാനിക്ക് അലസതയോടെ ജീവിക്കാൻ സാധിക്കില്ല. എന്നാൽ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം വിശ്വസ്തയോടെ ഏറ്റെടുത്ത് ധാർമ്മിക ബോധ്യത്തോടെ പ്രത്യാശയോടെ ജീവിക്കാൻ സാധിക്കണം. ആ പ്രത്യാശയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്തുവാൻ സാധിക്കും. സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യമാണ്, നാലാമത് പറയുക പീസ്ഫുൾ ലിവിങ്. ഈ സംതൃപ്തിയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ജീവിതത്തിൽ യഥാർത്ഥമായ സമാധാനം കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ. ഏത് പ്രതികൂലതകളുടെ നടുവിൽ പതറിപ്പോകാതെ ഉറച്ചു നേടുവാൻ സാധിക്കും. ഏത് കൊടുങ്കാറ്റുകളെയും അഭിമുഖീകരിക്കാൻ സാധിക്കുന്നത് ക്രിസ്തുവിൽ നാം ഡീപ് റൂട്ടഡ് ആകുമ്പോഴാണ്. അതുകൊണ്ട് ഈ കുടുംബം ശാഖോപശാഖകളായി ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ, ഞാൻ ഒരു അച്ഛനെ പരിചയപ്പെട്ടു വെച്ചാൽ വെല്ലൂരിൽ നാം വന്നത്, അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്ന് വന്നു ചേർന്ന നമ്മളെല്ലാവരും ഒത്തുചേരുമ്പോൾ എന്താ കാരണം? ക്രിസ്തുവിൽ ഡീപ് റൂട്ടഡ് ആയിരിക്കുന്നു, ക്രിസ്തുവിൽ മെയ്യൂതിയൊരനുഭവം. അത് പ്രതികൂലങ്ങളെ അതിജീവിക്കാൻ ശക്തി നൽകുന്നത്. ഞാൻ എൻ്റെ വാക്കിലൂടെ ചുരുക്കട്ടെ. ധാർമ്മികതയോടെ, പ്രത്യാശയോടെയും സംതൃപ്തിയോടെയും യഥാർത്ഥമായ സമാധാനത്തോടെയും നമുക്ക് ജീവിപ്പാൻ, അടുത്ത തലമുറയെ ആ ദൗത്യത്തിലേക്ക് വഴി നടത്തുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശങ്കരപുരി ഗ്ലോബൽ ഇക്യുമെനിക്കൽ ക്രൈസ്തവ സംഗമത്തിൻ്റെ ഇന്നുള്ള എല്ലാ ചർച്ചകളും പഠനങ്ങളും ഈ പന്ഥാവിലേക്ക് നമ്മളെ നയിക്കുന്നതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ക്ഷണിച്ചതിന് വീണ്ടും നന്ദി പറയുന്നു. ഔപചാരികയുടെ പേരിൽ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രസ്താവിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കുന്നു. ഉദ്ഘാടന കർമ്മം നിർവഹിച്ച റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയിൽ സാബു കൃഷി ചെറിയ പിതാവിന് നന്ദി. വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അമൃതധാരകളായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏവർക്കും Thank you, everyone.